ഭയം അത് നമ്മളെ പലപ്പോഴും പലതും ചെയ്യിക്കാറുണ്ട്. എന്നാൽ -30 തണുപ്പിൽ പുറത്തിറങ്ങിയാൽ മരിച്ചുപോകുമെന്നുറപ്പുള്ള ഒരവസ്ഥയിൽ കയ്യിലൊരു ടോർച്ചോ കാലിലൊരു ചെരുപ്പോ പോലുമില്ലാതെ നിങ്ങൾ മഞ്ഞിലേക്ക് ജീവനും കൊണ്ട് ഓടുമെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? 1959 റഷ്യയിലെ യൂറൽ പർവ്വതനിരകളിൽ നടന്ന ഒരു ദുരൂഹത ഇന്നും ലോകത്തിനു മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നു. 9 സാഹസികരായ ഹൈക്കർമാർ. അവർക്കാ രാത്രി എന്ത് സംഭവിച്ചു? അകത്തുനിന്ന് കീറിപ്പൊളിച്ച കൂടാരം, നാവില്ലാത്ത മൃതദേഹങ്ങൾ, എല്ലുകൾ തകർന്ന നിലയിൽ കണ്ടെത്തിയ യുവാക്കൾ. ഇന്ന് നമ്മൾ അന്വേഷിക്കുന്നത് മനുഷ്യചരിത്രത്തിലെ ഏറ്റവും ഭയാനകമായ അൺസോൾവ്ഡ് മിസ്റ്ററികളിലൊന്നായ ഡയാറ്റ്ലോവ് പാസ് ഇൻസിഡന്റാണ്. 1959 ജനുവരി. യൂറൽ പോളിടെക്നിക് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മിടുക്കരായ 10 പേർ. ഇഗോർ ഡയാറ്റ്ലോവ് എന്ന 23കാരനായിരുന്നു സംഘത്തലവൻ. എല്ലാവരും മഞ്ഞിൽ സ്കീയിംഗ് നടത്തിയും മലകയറിയും നല്ല പരിചയമുള്ളവർ. അവരുടെ ലക്ഷ്യം ഓട്ടോർട്ടൻ പർവ്വതം കീഴടക്കുക എന്നതായിരുന്നു. പ്രാദേശിക ഗോത്രവർഗക്കാരായ മാൻസികളുടെ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങോട്ട് പോകരുത് എന്നർത്ഥം. യാത്ര തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ സംഘത്തിലെ യൂറി യൂദിന് ആരോഗ്യപ്രശ്നങ്ങൾ കാരണം മടങ്ങേണ്ടി വന്നു. അത് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായിരിക്കുമെന്ന് അവനന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ബാക്കിയുള്ള 9 പേർ മുന്നോട്ട് നീങ്ങി. ഫെബ്രുവരി 1 അവർ ഖോലാത്സ്യാഖൽ അഥവാ മരിച്ചവരുടെ മല എന്നറിയപ്പെടുന്ന പർവ്വതത്തിന്റെ ചരിവിൽ ക്യാമ്പടിച്ചു. അതായിരുന്നു അവരുടെ അവസാന രാത്രി. ഫെബ്രുവരി 12 അവർ തിരിച്ചെത്തേണ്ടതായിരുന്നു. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും വിവരമില്ലാതായതോടെ തിരച്ചിൽ സംഘം രംഗത്തിറങ്ങി. ഫെബ്രുവരി 26 അവർ ആ ക്യാമ്പ് കണ്ടെത്തി. അവിടെ കണ്ട കാഴ്ച തിരച്ചിൽ സംഘത്തെ അക്ഷരാർത്ഥത്തിൽ സ്തംഭിപ്പിച്ചു കളഞ്ഞു. കൂടാരം മഞ്ഞിൽ പകുതി മൂടിക്കിടക്കുകയാണ്. ഏറ്റവും വിചിത്രമായ കാര്യം, ആ കൂടാരം അകത്തുനിന്ന് കീറിമുറിച്ച നിലയിലായിരുന്നു. അവർക്ക് പുറത്തിറങ്ങാൻ സിബ്ബ് തുറക്കാൻ പോലും സമയമില്ലായിരുന്നുവെന്ന് ചുരുക്കം. അകത്ത് അവരുടെ പണവും ഭക്ഷണവും ജാക്കറ്റുകളും ചെരുപ്പുകളുമൊക്കെ സുരക്ഷിതമായിരിപ്പുണ്ട്. അവിടെ നിന്ന് താഴേക്ക് മഞ്ഞിൽ 9 ജോഡി കാൽപ്പാടുകൾ കണ്ടെത്തി. ചിലർ നഗ്നപാതരായി, ചിലർ ഒരു സോക്സ് മാത്രം ധരിച്ച്. ആ തണുപ്പിലേക്കവർ എന്തിനാണങ്ങനെ ഓടിയത്? 500 മീറ്റർ അകലെ ഒരു വലിയ ദേവദാരു മരത്തിനടിയിൽ ആദ്യത്തെ 2 മൃതദേഹങ്ങൾ കണ്ടെത്തി. വെറും അടിവസ്ത്രം മാത്രം ധരിച്ച നിലയിൽ. ആ മരത്തിൽ കയറാൻ ശ്രമിച്ചതുപോലെ അവരുടെ കൈകൾ മുറിഞ്ഞിരുന്നു. പിന്നീട് ലീഡർ ഡയാറ്റ്ലോവടക്കം 3 പേരുടെ മൃതദേഹങ്ങൾ കൂടി മഞ്ഞിൽ പുതഞ്ഞ നിലയിൽ കണ്ടെത്തി. മെയ് മാസത്തിലാണ് മഞ്ഞുരുകിയപ്പോൾ ബാക്കി 4 പേരുടെ മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തത്. അവരുടേത് വെറുമൊരു മരണമായിരുന്നില്ല. ഒരാളുടെ തലയോട്ടി തകർന്നിരിക്കുന്നു, മറ്റൊരാളുടെ വാരിയെല്ലുകൾ അതിഭീകരമായി തകർന്നിരിക്കുന്നു. പുറത്തൊരു പോറൽ പോലുമില്ലാതെ ഒരതിവേഗ കാർ വന്നിടിച്ചാലുണ്ടാകുന്ന അത്രയും ആന്തരിക ക്ഷതങ്ങൾ. അതിലൊരാളായ ലുഡ്മിലയുടെ നാവും കണ്ണുകളും കാണാനില്ലായിരുന്നു. കൂടാതെ അവരുടെ വസ്ത്രങ്ങളിൽ അസാധാരണമായ അളവിൽ റേഡിയേഷന്റെ സാന്നിധ്യവും കണ്ടെത്തി. എന്തായിരിക്കും അവിടെ നടന്നത്? ഈ സംഭവത്തെക്കുറിച്ച് പല സിദ്ധാന്തങ്ങളും പിന്നീടുയർന്നുവന്നു. 1. അവാലാഞ്ച്. ഉറക്കത്തിനിടയിൽ മഞ്ഞിടിച്ചിലുണ്ടായേക്കാമെന്ന ഭയത്താൽ അവർ പരിഭ്രാന്തരായി ഓടിയതാകാം. പക്ഷേ ആ ചരിവിൽ വലിയ മഞ്ഞിടിച്ചിലിന് സാധ്യതയില്ലെന്ന് വിദഗ്ധർ പറയുന്നു. 2. സൈനിക പരീക്ഷണം. സോവിയറ്റ് യൂണിയൻ രഹസ്യമായി നടത്തിയ മിസൈൽ പരീക്ഷണങ്ങളുടെ ഇരകളാണോ ഇവർ? വസ്ത്രത്തിലെ റേഡിയേഷൻ ഇതിലേക്ക് വിരൽ ചൂണ്ടുന്നു. 3. ഇൻഫ്രാസൗണ്ട്. കാറ്റ് മലനിരകളിൽ തട്ടുമ്പോൾ ഉണ്ടാകുന്ന ചില ശബ്ദതരംഗങ്ങൾ തലച്ചോറിൽ കടുത്ത ഭീതിയും വിഭ്രാന്തിയുമുണ്ടാക്കും. ഇതിനെ തുടർന്ന് അവർ മാനസിക നില തെറ്റി ഓടിയതാകാമെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. 4. യെറ്റി അല്ലെങ്കിൽ മാൻസി ആക്രമണം. അമാനുഷിക ശക്തികളെക്കുറിച്ചും അന്യഗ്രഹജീവികളെക്കുറിച്ചുമെല്ലാം പല കഥകൾ പ്രചരിച്ചു. അവസാനം സോവിയറ്റ് ഗവൺമെന്റ് അന്വേഷണം അവസാനിപ്പിച്ചത് ഒരു വിചിത്രമായ വാചകത്തോടെയാണ്. പ്രകൃതിയുടെ അജ്ഞാതമായൊരു നിയന്ത്രിക്കാനാവാത്ത ശക്തി കാരണമാണ് മരണം സംഭവിച്ചത്. എന്നാൽ ആ ശക്തി എന്താണെന്ന് അവർ വ്യക്തമാക്കിയില്ല. 2020 റഷ്യൻ ഗവൺമെന്റ് കേസ് വീണ്ടും അന്വേഷിച്ചെങ്കിലും മഞ്ഞിടിച്ചിൽ തന്നെയാണ് കാരണമെന്ന് ആവർത്തിച്ചു. എങ്കിലും ഇന്നും ആ മറുപടികൾ പലരെയും തൃപ്തിപ്പെടുത്തുന്നില്ല. 1959 ആ ശീതകാല രാത്രിയിൽ ആ 9 പേർ കണ്ടത് എന്തായിരിക്കും? നമുക്കൊരിക്കലും അറിയാൻ കഴിയാത്ത ആ സത്യം യൂറൽ മലനിരകളിലെ മഞ്ഞുപാളികൾക്കിടയിൽ ഇന്നും ഉറങ്ങിക്കിടക്കുന്നു. നിങ്ങൾക്കെന്തു തോന്നുന്നു? അത് കേവലം പ്രകൃതിയുടെ ഒരു വികൃതിയായിരുന്നോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇത്തരം മിസ്റ്ററികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.